എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ പറ്റിപ്പാണോ? ഈ ഒരു ചർച്ച പലപ്പോഴായി ഇങ്ങനെ റീസർഫസ് ചെയ്ത് വരാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ജെഇ റിസൾട്ട് വന്നിന് നീറ്റ് എഴുതാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള റിസൾട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ സമയത്തൊക്കെ ആകുമ്പോൾ പലപ്പോഴായി വരുന്ന ഒരു ചർച്ചയാണ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ അത് പറ്റിപ്പാണോ, അല്ലെങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണോ? പ്രത്യേകിച്ച് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു വർഷത്തെ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി ഭൂരിഭാഗം കുട്ടികൾക്കും റിസൾട്ട് കിട്ടുന്നില്ല അല്ലേ? കാരണം നമ്മൾ പലപ്പോഴും എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൻ്റെ പരസ്യങ്ങളിൽ കാണുന്നത് ഫസ്റ്റ് റാങ്ക് കിട്ടി, ടോപ്പ് 100 കിട്ടി, ടോപ്പ് 1000 കിട്ടി, അല്ലെങ്കിൽ ഇത്ര ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി, എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയി, IIT കിട്ടി, NIT കിട്ടി, ഇങ്ങനെയുള്ള കുറച്ച് കിട്ടിയ കഥകൾ മാത്രമാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. കിട്ടാത്തവരാണ് ഭൂരിപക്ഷവും അല്ലേ? ഇങ്ങനെയുള്ള കോച്ചിങ് സെൻ്ററുകളിലൂടെ കടന്നുപോയി ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടും റിസൾട്ടിൽ എത്തിപ്പെടാത്തവരാണ് കൂടുതൽ ആളുകൾ. അപ്പോൾ ആ കൂടുതൽ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ചർച്ചകൾ പലപ്പോഴായി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുന്നത്? ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിനെക്കുറിച്ച് ഇതിൽ പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ എൻ്റെ അറിവ് വെച്ച് ഇതിന് 2 തലങ്ങളുണ്ട്, 2 വശങ്ങളുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഒന്ന് സെൻറ്ററുകളുടെ ഭാഗം, അതുപോലെ തന്നെ ഈ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഭാഗത്തു നിന്നുള്ള ഈ 2 കാര്യങ്ങളെയും നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്നാമത്തെ വശം പറയാം. അപ്പോൾ ഞാൻ പല ഫാക്കൽറ്റീസിനോടും ഈ എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ഒരുപാട് ഫാക്കൽറ്റീസിനോട്, അധ്യാപകരോട് സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളും പറയുന്ന ഒരു കാര്യം, അതൊരു റിയാലിറ്റിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിലേക്ക് റിപ്പീറ്റിന് വേണ്ടി അല്ലെങ്കിൽ പല രൂപത്തിൽ കടന്നു വരുന്ന കുട്ടികൾ അവർക്ക് ബേസ് പോലും അറിയില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മുന്നിൽ വെക്കണം. ചില റിയാലിറ്റികൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തന്നെ പോകണം. ബേസ് പോലും അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ എൻട്രൻസിന് അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ജെഇക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ട് പല കുട്ടികളും എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് വരുന്നത്. ഈ ഫാക്കൽറ്റീസ് പറയാണ്, ഞങ്ങളുടെ പണി പലപ്പോഴും ഒരു വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓൺഗോയിങ് ബാച്ച് ആണെങ്കിൽ +1 +2 ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും +1 കൂടുതലും നമ്മൾ ചെയ്യുന്നത് ഈ ഹൈസ്കൂളിലുള്ള ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മാത്സിൻ്റെ ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കുക, ബേസിക് മാത്സ് പഠിപ്പിച്ചു കൊടുക്കുക, കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് പലപ്പോഴും എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൽ നടക്കുന്നത് എന്നുള്ളത് ഫാക്കൽറ്റീസ് പറയുന്ന ഒരു കാര്യം. പല കുട്ടികൾക്കും ഒരു 50% മേലെയുള്ള കുട്ടികൾക്കും ബേസിക്സ് പോലും അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ രൂപത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും കോച്ചിങ് നടക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ പെട്ടെന്ന് കോച്ചിങ് സെൻറ്റേഴ്സിനെ കുറ്റം പറയും. പക്ഷേ അവിടെ കോച്ചിങ് സെൻറ്റേഴ്സിന് അവർക്ക് ആ കോച്ചിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബേസ് വേണ്ടേ അല്ലേ? ഹൈസ്കൂളൊക്കെ പക്ക ആയിട്ട് വരുന്നവർക്കാണ് എന്ത് ചെയ്യുക, അവർക്ക് കോച്ചിങ് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ലെവൽ കുട്ടികൾക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്കതിന് സാധ്യമല്ല. ഇവിടെ ആരെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത്? കോച്ചിങ് സെൻറ്റേഴ്സിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ അഡ്മിഷൻസ് എടുക്കുന്നു, ആ കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ, അവർക്ക് ബേസ് ഇല്ല. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുക, ഭൂരിഭാഗം സമയവും ബേസ് ഉണ്ടാക്കി കൊടുക്കാൻ ചിലവഴിക്കപ്പെടും. അങ്ങനെ ചിലവഴിക്കുന്നത് കൊണ്ട് നല്ല കോച്ചിങ് കിട്ടുമോ? കിട്ടുന്നില്ല. അപ്പോൾ അവസാനം റിസൾട്ട് വരുമ്പോഴോ ഇവർക്ക് ബേസ് ക്ലിയർ ആവാൻ തന്നെ ഒരു 60% സമയം എടുത്തു. പിന്നെ കുറച്ച് സമയം മാത്രമാണ് നല്ല കോച്ചിങ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് റിസൾട്ട് കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ കുട്ടികൾ എന്താവും, നല്ല ബാക്കോട്ട് പോകും, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാതിരിയുള്ള റാങ്ക് കിട്ടും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, പാരൻസ് എന്ത് ചെയ്യും, കോച്ചിങ് സെൻറ്റേഴ്സിനെ കുറ്റം പറയും. ഇതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ, ഇവിടെ നമുക്കൊരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് എൻട്രൻസ് കിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ഇത്തരം കുട്ടികൾക്ക് കിട്ടില്ല എന്ന റിയാലിറ്റി മുന്നിൽ വെച്ചുകൊണ്ട് ഈ സെൻറ്ററുകൾ ഒഴിവാക്കുക അല്ലേ? ഇങ്ങനെയുള്ള ഈ ബേസ് അറിയാത്ത കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഒഴിവാക്കാം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പോസിബിൾ ആകുമോ? ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ഒരു തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ മോഡൽ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം റണ്ണ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? കുട്ടികൾ വേണം. അവരുടെ അടുത്ത് നിന്ന് ഫീസ് വെച്ചിട്ടാണല്ലോ ഈ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ബൾക്കായ കുട്ടികൾ വരണം. അവിടെ ഭയങ്കരമായി ഫിൽറ്ററിങ് നടത്തി എല്ലാ നിരക്കുള്ള ബേസൊക്കെ ഉള്ള, നന്നായി കാൽക്കുലേഷൻസ് അറിയാവുന്ന, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്യാൻ അറിയുന്ന കുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിനാൻഷ്യൽ മോഡൽ ഒരു ഫീസിബിളായി മുന്നോട്ട് പോകൽ പോസിബിൾ ആകില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, വരുന്ന കുട്ടികളൊക്കെ പരമാവധി അഡ്മിഷൻസ് കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബൾക്കായ അഡ്മിഷൻസ് വരുമ്പോൾ നന്നായി ബേസ് ഉള്ള, കൺസെപ്റ്റ് നോളജ് ഉള്ള, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ അറിയുന്ന, ഫൗണ്ടേഷൻസ് ഉള്ള കുട്ടികൾ വളരെ കുറച്ചായിരിക്കും. കൂടുതൽ കുട്ടികളും എന്തായിരിക്കും, ഇങ്ങനെ ബേസ് ഒന്നും അറിയാത്തവരായിരിക്കും. അവിടെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇങ്ങനെ നന്നായി അറിയുന്ന കുട്ടികൾ, ഇപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല കൺസെപ്റ്റൽ നോളജ് ഉള്ള കുട്ടികൾ, അവർക്ക് പലപ്പോഴും നല്ല ഓഫറുകളും ഉണ്ടാവും. പല കോച്ചിങ് സെൻറ്റേഴ്സും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുന്ന കുട്ടികളുണ്ടല്ലോ, ഈ കോച്ചിങ് സെൻറ്റേഴ്സിന് റിസൾട്ട് നേടിക്കൊടുക്കുന്ന കുട്ടികൾ പലപ്പോഴും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വലിയ സ്കോളർഷിപ്പോട് കൂടിയായിരിക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഈ സ്ഥാപനം റൺ ചെയ്തു പോകുന്നത് ആരുടെ പണം കൊണ്ടായിരിക്കും?
അങ്ങനെ റിസൾട്ട് വരാൻ സാധ്യതയില്ലാത്തവരുടെ പണം കൊണ്ടായിരിക്കും. ഇതാണ് ഒരു റിയാലിറ്റി. നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണമല്ലോ. പലപ്പോഴും പല സെൻറ്റേഴ്സിലും നടക്കുന്നൊരു റിയാലിറ്റി ഇവിടെയാണ്. അപ്പോൾ ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഈ ബൾക്ക് അഡ്മിഷൻ വരുമ്പോഴാണ്. പക്ഷേ റിയാലിറ്റി എന്താണ്? ആ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത കുട്ടികളുടെ ഫീസ് കൊണ്ടാണ് ഈ റിസൾട്ട് അടക്കം ഉണ്ടാക്കുന്ന ഈ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നത്. ഇവിടെ ഇത് പറ്റിപ്പാണോ? ഇതാണ് നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കോച്ചിങ് സെൻറ്റേഴ്സ് പറ്റിപ്പ് ചെയ്യുകയാണോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുകയാണോ? ഇവിടെ ഏതെങ്കിലും കോച്ചിങ് സെൻറ്റർ പറയുകയാണ് ഞങ്ങളിലേക്ക് അഡ്മിഷൻ എടുത്താൽ എന്തായാലും നിങ്ങളുടെ കുട്ടിയുടെ ലെവൽ ഏത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ കുട്ടിക്ക് ബേസ് അറിയില്ലെങ്കിലും ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും എന്ന് ഒരു ഉറപ്പ് തന്നുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റിപ്പാണ്, അത് തട്ടിപ്പാണ്. കാരണം ഇല്ലാത്തൊരു ഫാൾസ് പ്രോമിസാണ് അവർ നൽകുന്നത്. അങ്ങനെ നൽകുന്നില്ലെങ്കിൽ നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത്. കോച്ചിങ് സെൻറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് വരുന്ന കുട്ടികൾ അവർ അഡ്മിഷൻ എടുക്കുക എന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവിടെ അവർ നിർബന്ധമായിട്ടും ഏത് കുട്ടിക്കും എൻട്രൻസ് കിട്ടിയിരിക്കും എന്നൊക്കെ ഫോൾസ് പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് കുറ്റം പറയാം. പക്ഷേ അത് പൊതുവെ കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് പറ്റിപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന രക്ഷിതാക്കളാകട്ടെ സ്റ്റുഡൻസ് ആകട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യത മീൻസ് ഒരു മിനിമം ബേസ് നമുക്കുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതൊരു റിയാലിറ്റിയാണ്. ആ മിനിമം ബേസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. അവിടെ ആ ഒരു കൺസെപ്റ്റ് നോളജ്, ഇപ്പം ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒരു ബേസിക്സ്, ഈവൻ മെഡിക്കൽ എൻട്രൻസ് ആണെങ്കിൽ പോലും നല്ല കാൽക്കുലേഷൻസിന് സ്പീഡ് വേണം, അല്ലെ മാത്സ് അറിയണം. മാത്സ് അറിയാത്ത കുട്ടിക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടില്ല. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഈ കാര്യം എനിക്ക് ഓക്കെ ആണോ എന്ന് കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ, എൻ്റെ മകന് മകള് ഓക്കെ ആണോ എന്നുള്ള ചെക്ക് നടത്തണം. അത് നടത്താതെ നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ആ കോച്ചിങ് സെൻറ്റേഴ്സിന് കുറ്റം പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ള പരിശോധന കൃത്യമായിട്ട് നടത്തുക. ജസ്റ്റ് സ്കൂളിൽ മാർക്കിന് വേണ്ടിയിട്ട് പഠിച്ചു പോയ കുട്ടികളാണെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, വേറെയും ഒരുപാട് കോഴ്സുകളുണ്ട്. ആകെ ഈ മെഡിക്കലും എഞ്ചിനീയറിംഗ് മാത്രമല്ലല്ലോ ഉള്ളത്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ പലതിലും ഇപ്പോൾ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാംസ് വരികയാണ്. ഇനി അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സിനും നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസുകൾ ഉണ്ടാവും. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ബാക്കി ഓപ്ഷൻസിലേക്ക് പോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇതുവരേക്കും നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തിട്ടില്ല, 10ാം ക്ലാസ് വരെ വേറൊന്നും ആലോചിക്കാതെ സ്കൂളിലുള്ള മാർക്സ് അല്ലെങ്കിൽ ഫുൾ A+, ഫുൾ A1 ഇത് മാത്രം ആലോചിച്ച് നടന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ മാത്രം പരിശീലിച്ച കുട്ടിയാണെങ്കിൽ, ഇറ്റ് ഈസ് ബെറ്റർ യു ഡോണ്ട് ഗോ ഫോർ ദാറ്റ്, അല്ലേ? ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 1 വർഷം 2 വർഷം 3 വർഷം റിപ്പീറ്റ്, റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പിന്നെ സമയം കളയുക എന്നുള്ളതിനപ്പുറത്ത് കാര്യമായൊന്നും സംഭവിക്കുന്നില്ല ഭൂരിപക്ഷത്തിനും. ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ് ഡിമോട്ടിവേറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. മറിച്ച് ഒരു റിയാലിറ്റി അതാണ്. പക്ഷേ എക്സ്ട്രാ വർക്ക്സ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടൊക്കെ കിട്ടുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആ കുറച്ച് കുട്ടികളിൽ പെടാൻ, അത്രയും വലിയ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു പൊതുവേ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചതിൽ നമ്മൾ എത്രത്തോളം അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രിപ്പറേഷൻസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. 10ാം ക്ലാസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ അവിടെ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി ഇപ്പം ഈ സംസാരം കേൾക്കുന്ന രക്ഷിതാക്കൾക്ക് 10ാം ക്ലാസ്സിന് താഴെയുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് താഴെയുള്ള സ്റ്റുഡൻസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്തരം ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞ് അവസാനം കോച്ചിങ് സെൻറ്ററിനെ കുറ്റം പറയുന്നതിന് പകരം നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയുള്ള വർക്ക് ചെയ്യുക. അതിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തത് കൺസെപ്ച്വൽ നോളജ് തന്നെയാണ്. ജസ്റ്റ് സ്കൂൾ എക്സാംസിന് വേണ്ടി ആ സ്കൂളിൽ തരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് അതേപോലെയുള്ള കുറച്ച് ആൻസേഴ്സ് ഉണ്ടാവും. അത് അപ്പടി ഈ ബൈഹാർട്ട് പഠിച്ച് പോകുക എന്നുള്ളതിനപ്പുറത്ത് കുറച്ചുകൂടി കൺസെപ്ച്വലായി കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വഴി നമ്മൾ തേടുക. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തത് MCQ, അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അത് പരമാവധി നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. MCQ പ്രാക്ടീസാണ് ഏറ്റവും പ്രധാനം, അല്ലേ? അത് ഈ എക്സാം പാറ്റേണിൻ്റെ ഡിഫറൻസ് ആണ്. പലപ്പോഴും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്, സ്കൂളിൽ എന്താണെന്ന് അറിയില്ല, അടിപൊളി കുട്ടിയായിരുന്നു, മിടുക്കനായിരുന്നു, പക്ഷേ എൻട്രൻസ് എഴുതിയപ്പോൾ പിന്നോട്ട് പോയി. എന്താ കാരണം? സ്കൂൾ എക്സാംസിൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആണ്, ഇതിൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആണ്. ഇതാണ് കാരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാറ്റേൺ ഡിഫറൻസ് നമ്മൾ തിരിച്ചറിഞ്ഞ് വളരെ ചെറിയ പ്രായം, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആകട്ടെ, രാജസ്ഥാൻ ആകട്ടെ, തെലങ്കാന ആകട്ടെ, അത്തരം നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾ പലപ്പോഴും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള കോച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണം നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെയാണ് പരമാവധി എക്സാംസ് എഴുതുക. ഒളിമ്പ്യാഡ് എക്സാംസ്, സ്കോളർഷിപ്പ് എക്സാംസ്, ഒരുപാട് ഗവൺമെൻറ് നടത്തുന്നതും അല്ലാത്തതുമായ ഒരുപാട് എക്സാംസ് ഉണ്ട്. അതിനൊക്കെ നിരന്തരം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.
അങ്ങനെയാണ് നമ്മളൊരു കോമ്പറ്റീറ്റീവ്നെസ് നമ്മൾ സ്വയം ഒന്ന് ആർജിച്ചെടുക്കുക. അത്തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ റെഡിയായ കോമ്പറ്റീറ്റീവ് റെഡി ആയിട്ടുള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ എൻട്രൻസിലും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കൺസെപ്ച്വൽ നോളജ്, അതേപോലെ തന്നെ MCQ പ്രാക്ടീസ്, സ്ഥിരം നിരന്തരമുള്ള എക്സാംസ്, ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഇത്തരമൊരു രീതിയിലേക്ക് പോയി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക. പോയതിന് ശേഷം അവിടെ കുറ്റം പറയുന്നതിന് പകരം ഇതാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എക്സാം വൈ ലേണിംഗ് ഒക്കെ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രിയിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് അവരുടെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. കൺസെപ്ച്വൽ നോളജ്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ, അതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും എക്സാമുകൾ, പരമാവധി എക്സ്പോഷർ, നിരന്തരം കോമ്പറ്റീവ് ആയിട്ട് അവരുടെ ഒരു എൻവയൺമെൻറ്റ് കീപ്പ് ചെയ്യുക, ഒരു പോസിറ്റീവായി അതിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇതാണ് യഥാർത്ഥത്തിൽ എക്സാം വൈ ഒക്കെ ചെയ്തിരുന്നത്. അതാണ് നമ്മുടെ ഫൗണ്ടേഷനിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ബേസ്, ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം കോച്ചിങ് സെൻറ്റേഴ്സിൽ പോയി നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതില്ലാതെ പോയാൽ പലപ്പോഴും അവിടുന്ന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈസ്കൂളിലുള്ള മാത്സ് പഠിക്കലായിരിക്കും അവിടെ സംഭവിക്കുക. കാരണം അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ബേസ് ഇല്ലാത്ത, ഈ ഫൗണ്ടേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് പിന്നെ ബാക്കി കേട്ടാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെ ബേസ് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ആ ബേസ് കൊടുക്കൽ മാത്രമാണ് അവിടെ പലപ്പോഴും കൂടുതലായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രയാസകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക, റിയാലിറ്റി, ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും നിങ്ങൾക്കറിയില്ല. ഇതൊരു റിയാലിറ്റിയാണ്. റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, അല്ലേ? ഇതിൻ്റെ അർത്ഥം എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നവും ഇല്ല എന്നൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. കാരണം റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാതെയൊക്കെ ഒരുപാട് പല ആളുകളും പല രൂപത്തിലൊക്കെ അതിന് മാനിപ്പുലേറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും. സൗകര്യങ്ങൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കൊടുക്കാത്തവർ, ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. ഞാൻ അതിനെക്കുറിച്ചൊന്നല്ല ഏതെങ്കിലും ആളുകളെ കുറ്റം പറയുക എന്നുള്ളതിലേക്കല്ല ഞാൻ പോകുന്നത്. മറിച്ച് നമ്മൾ ആസ് എ പാരൻറ്റ്, ആസ് എ സ്റ്റുഡൻറ്റ്, ഈ കാര്യം നമ്മൾ ഈ ഒരു ഏറ്റവും ബേസിക്കലി നമ്മൾ നോക്കേണ്ടുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്കുണ്ടോ എന്നുള്ള പരിശോധന നമ്മൾ നടത്തുക. ഉണ്ടെങ്കിൽ മാത്രം അത്തരം ഏരിയയിലേക്ക് പോവുക, ഇല്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകളിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അതല്ല നമുക്ക് അത്രയും നിർബന്ധമുണ്ട്, നമ്മളൊരു ബേസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഡോക്ടർ ആവണം എന്ന അത്രയും കൃത്യമായൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ, അല്ലെങ്കിൽ അതിൽ കിട്ടാനുള്ള സാധ്യതയടക്കം നമ്മൾ നേരത്തെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ എന്നുള്ളതാണ്. അവിടെയാണ് കുറച്ചുകൂടി നേരത്തെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറച്ചുകൂടി നല്ല രൂപത്തിൽ നമ്മുടെ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അവിടെയാണ് എക്സാം വൈയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഒരു 6 മുതൽ 10 വരെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്കതിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൊടുത്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഏതായാലും ഇതാണ് ഈ ഒരു റിയാലിറ്റി എന്നുള്ളത്. അത് കൂടുതൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ് മോഡൽ അങ്ങനെയാണ്, അതിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്ന റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പ്രാക്ടിക്കലി നമ്മൾ കുറച്ചുകൂടി നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അതിനുവേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.